Hello students, let us consider the next important topic from module 2, that is CAN bus. CAN bus, CAN stands for Controller Area Network. It is a standard bus in distributed network, mainly used in automotive electronics, medical electronics and industrial plant controllers. An automobile uses a number of distributed embedded controllers. They must network through CAN bus. CAN bus network has a serial line which is bidirectional. It also has multi-master and multicast features. അതായത് ഇവിടെ CAN ബസ് എന്ന് പറയുന്നത് കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് ആണ് അതിൻ്റെ ഫുൾ ഫോം CAN ആൻഡ് അതൊരു സ്റ്റാൻഡേർഡ് ബസ്സാണ്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ബസ്സാണ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത്. മെയിൻലി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമേറ്റീവ് ഇലക്ട്രോണിക്സ് ആണ്. അതായത് ഓട്ടോമൊബൈൽസിൽ, ദെൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ് കൺട്രോളേഴ്സ്. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതായത് ഓട്ടോമൊബൈൽ നമ്പർ ഓഫ് എംബഡഡ് കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ മസ്റ്റ് നെറ്റ്വർക്ക് ത്രൂ CAN ബസ്. CAN ബസ് വഴിയാണ് നെറ്റ്വർക്കിംഗ് നടക്കുന്നത്. ഇവിടെ സീരിയൽ ലൈനാണ്, അത് ബൈ ഡയറക്ഷണൽ ആയിരിക്കും. ഓൾസോ മൾട്ടി മാസ്റ്റർ ആണ്, മൾട്ടികാസ്റ്റ് ഫീച്ചേഴ്സും ഉണ്ട്. Now let us see the overview of CAN bus. CAN is an important embedded protocol, primarily automotive but used in many other places. CAN specifies the physical layer, protocol layer, message filtering layer with add-on protocols. Now here we have to consider how the message prioritization is achieved. Then also how the small nodes can be kept from overloading with received messages. ഇപ്പോൾ ഇവിടെ CAN ഒരു ഇമ്പോർട്ടൻറ്റ് എംബഡഡ് പ്രോട്ടോക്കോളാണ്. ഓട്ടോമേറ്റീവ് ആണ്, അതായത് കൂടുതലും ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നു, പക്ഷേ വേറെയും സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ് CAN ബസ് സ്പെസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫിസിക്കൽ ലെയർ, പ്രോട്ടോക്കോൾ ലെയർ ആൻഡ് മെസ്സേജ് ഫിൽറ്ററിംഗ് ലെയർ. ഇവിടെ അതുപോലെ തന്നെ അതായത് ഇപ്പം പ്രയോറിറ്റി ആണ് ഇവിടെ നോക്കുന്നത്. അപ്പം മെസ്സേജ് പ്രയോറിറ്റൈസേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അതിന് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത്. ആൻഡ് സ്മോൾ നോഡ്സ്, അതായത് ഇപ്പോൾ ഒരു നോഡ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ മെസ്സേജസ് വന്ന് ഓവർലോഡ് ആവാതെ നോക്കണം. അപ്പോൾ അതും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് CAN. Development of CAN began when more and more electronic devices were implemented into modern motor vehicles. Examples of such devices include engine management systems, active suspension, ABS, gear control, lighting control, air conditioning, airbags and central locking. To improve the behavior of the vehicle even further, it was necessary for the different control systems to exchange information. This was usually done by discrete interconnection of the different systems, that is point-to-point wiring. The requirement for information exchange has then grown to such an extent that a cable network with a length of up to several miles and many connectors was required. This produced growing problems concerning material cost, production time and reliability. അതായത് ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസസ് കൂടുതലും മോഡേൺ മോട്ടോർ വെഹിക്കിൾസിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു എൻജിൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ABS, ദെൻ ഗിയർ കൺട്രോൾ, ലൈറ്റിംഗ് കൺട്രോൾ, ഇവിടെയെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വന്നിന്. അപ്പം ഇവിടെ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എന്താണ് ഡയറക്റ്റ് അതായത് ഡിസ്ക്രീറ്റ് ഇൻ്റർ കണക്ഷൻ, അതായത് യൂഷ്വലി ഒരു എല്ലാ സിസ്റ്റമിൻ്റെയും ഒരു ഇൻ്റർ കണക്ഷൻ ആവശ്യമായിരുന്നു, പോയിൻറ്റ് ടു പോയിൻറ്റ് വയറിങ് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ കൂടുതൽ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടെ ലെങ്ത്ത്, അതായത് ലെങ്ത്ത് ഓഫ് ദി കേബിളിൻ്റെ നെറ്റ്വർക്ക് ലെങ്ത്ത് കൂടുതൽ വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതൽ വേണ്ടി വന്നു. സോ ഇതിനെല്ലാം ഒരു സൊല്യൂഷനാണ് CAN. സോ ബിഫോർ എന്ന് പറയുന്നത്, ഇപ്പം ബിഫോർ CAN, അതായത് CAN ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്, CAN ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആണ് ഇത്. ഈ ഒരു സിസ്റ്റം നമുക്ക് ഈ ഒരു ഫിഗർ കാണാം. അതായത് ഇപ്പോൾ എൻജിൻ കൺട്രോൾ, ആൻറ്റി ലോക്ക് ബ്രേക്സ്, ട്രാൻസ്മിഷൻ കൺട്രോൾ, ആക്റ്റീവ് സസ്പെൻഷൻ, ഇതെല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എയർ കണ്ടീഷൻ, പവർ ലോക്സ്, ഇതെല്ലാം ഒരു ഓട്ടോമൊബൈലിൽ വരുന്ന കാര്യങ്ങളാണ്.
ആൻഡ് CAN ഉപയോഗിച്ചപ്പോൾ ഇതാണ് the solution to the problem was connection of the control systems via a serial bus system. അപ്പോൾ ഇവിടെ CAN ഒരു സീരിയൽ ബസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ അതായത് ഈ പ്രോബ്ലം ചെയ്തിരുന്നത് CAN യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതാണ് CAN ബസ്, അതായത് ഹൈ സ്പീഡും ലോ സ്പീഡും അത് ഇൻ്റർകണക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ഡിഫറെൻറ്റ് systems can be controlled. So this bus had to fulfill some special requirements due to its usage in a vehicle. With the use of CAN, point-to-point wiring is replaced by one serial bus connecting all the control systems. This is accomplished by adding some CAN specific hardware to each control unit that provides the rules or the protocol for transmitting and receiving information via the bus. അപ്പോൾ ഇവിടെ ഈ ഒരു CAN യൂസ് ചെയ്തപ്പോൾ പോയിൻറ്റ് ടു പോയിൻറ്റ് വയറിംഗ് ഒഴിവാക്കി. അതുപോലെ തന്നെ ഒരു സീരിയൽ ബസ്സായിരുന്നു ഉപയോഗിച്ചിരുന്നത് കണക്റ്റിംഗ് ഓൾ ദ കൺട്രോൾ സിസ്റ്റംസ്. ആൻഡ് ഇവിടെ സ്പെസിഫിക് ഹാർഡ്വെയറും അതേപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കൺട്രോൾ യൂണിറ്റിലും. അത് ഇറ്റ് ഫോളോഡ് ദ റൂൾസ്, അതായത് റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തിട്ടായിരുന്നു ട്രാൻസ്മിറ്റും റിസീവും ചെയ്തിരുന്നത്. Now let us see the basic concept of CAN bus. So we have the multi-master concept, number of nodes not limited by the protocol, no node addressing, message identifier specifies the contents and priority, then easy connection or disconnection of nodes, broadcast or multicast capability. അതായത് ഇവിടെ CAN നോഡ്സിൽ ഡിഫറെൻറ്റ് നോഡ്സ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട് ത്രൂ CAN. അപ്പം CAN is a broadcast type of bus. This means that all the nodes can hear all the transmissions. There is no way to send a message to just a specific node. All nodes will invariably pick up all traffic. CAN hardware, however, provides local filtering so that each node may react only on the interesting messages. അതായത് CAN എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ഓഫ് ബസ്സാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ നോഡ്സും കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ CAN ബസ്സിൽ. അപ്പോൾ ഈ CAN നോഡ്സ് കാണാം. അപ്പം നോഡ് എ മുതൽ നോഡ് എൻ വരെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് അപ്പം ABS, EMS അങ്ങനെ. അപ്പോൾ ഇവിടെ എല്ലാ നോഡ്സിനും എല്ലാ ട്രാൻസ്മിഷനും ഹിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് അതായത് ഒരു സ്പെസിഫിക് നോഡിലേക്ക് മാത്രം അല്ല മെസ്സേജസ് പോകുന്നത്. ഓക്കെ. എല്ലാ നോഡ്സും ഇത് ട്രാഫിക് എടുക്കും അല്ലെങ്കിൽ മെസ്സേജസ് എടുക്കും. പക്ഷേ ലോക്കൽ ഫിൽറ്ററിങ് പോസിബിൾ ആണ്. അതായത് ഓരോ നോഡും ചില ഇൻട്രസ്റ്റിംഗ് മെസ്സേജസ് മാത്രം റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സീ ദ ഫിഗർ. That is network using a transfer of data when using CAN, that is controller area network bus. Okay, അപ്പോൾ അതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ എ ഷോസ് that is embedded controller system A, CAN controller ഉണ്ട്. Then 1 megabits per second multicast, multimaster, auto retransmission of RNS data, 120 ohm line impedance twisted pair. അപ്പോൾ ഇതൊരു ഇതാണ് ബസ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. CAN കൺട്രോളർ ഉണ്ട്. CAN കൺട്രോളർ വഴി ഡിഫറെൻറ്റ് ഇപ്പം എൻജിൻ കൺട്രോളർ, ദെൻ ബ്രേക്ക് കൺട്രോളർ, ആൻറ്റി ലോക്ക് ബ്രേക്ക് കൺട്രോളർ, ഡാഷ്ബോർഡ്, ട്രാൻസ്മിഷൻ അങ്ങനെ ഓരോന്നിലും സിസ്റ്റമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ത്രൂ ദ CAN കൺട്രോളർ. Now let us see the frame format. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫ്രെയിം ഫോർമാറ്റ് ഓഫ് CAN bus, the format of the bits. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇനീഷ്യലി ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബിറ്റ് ആണ്, R to D ട്രാൻസിഷൻ. Then we have the next frame field is the 12-bit arbitration field, that is 11-bit identifier plus 1 RTR bit. Then we have 6-bit control field. Then we have 0 to 64 bits data length code. Then we have the 15-bit CRC, 1-bit delimiter. Then we have the 1-bit ACK slot, that is 1-bit delimiter. Then 7 bits for frame end and 3-bit minimum interframe gap. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും കാണാം. അതുപോലെ തന്നെ ഇവിടെ 2 സ്റ്റേറ്റ്സ് ആണ്, റിസസീവ് ആൻഡ് ഡോമിനൻറ്റ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ നൗ ജസ്റ്റ് ലെറ്റ് us see the function of each of the fields. So CAN frame ഫീൽഡിൽ ഫസ്റ്റ് ഫീൽഡ് ഓഫ് 12 bits, that is this is an arbitration field which contains the packet's 11-bit destination address and RTR bit. Packet means a set of bits sent on the bus. RTR stands for remote transmission request.
the receiving address data device is at the destination address specified in the 11-bit subfield, and RTR is defined on the basis of whether the data being sent in a data for the device or a request to the device. That is, 11-bit address identifies the device to which the data is being sent or the request being made. When RTR bit is at 1, this means that this packet is for the device at the destination address. If this bit is at 0, it means this packet is a request for the data from the device. അതായത് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് 12 ബിറ്റ്സ് ആണ്. അതിൽ 11 ബിറ്റ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആയിരിക്കും. RTR ബിറ്റാണ് 1 ബിറ്റ്. RTR എന്ന് പറയുന്നത് റിമോട്ട് ട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ആണ്. അപ്പം ഇവിടെ ഇപ്പം 11 ബിറ്റ്, അതായത് പാക്കറ്റിൻ്റെ 11 ബിറ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ്. അപ്പോൾ ഈ പാക്കറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബിറ്റ്സ്, ബസ്സിൽ സെൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ബിറ്റ്സ് ആണ് പാക്കറ്റ്. നൗ റിസീവിങ് അഡ്രസ് ഡിവൈസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലായിരിക്കും. അപ്പോൾ അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് 11 ബിറ്റിലാണ് പറയുന്നത്. RTR എന്ന് പറയുന്നത് വെദർ ഡേറ്റ ബീങ് സെൻഡ്, അതായത് ഡേറ്റ ബൈറ്റ് ബീങ് സെൻഡ് ഇസ് എ ഡേറ്റ ഫോർ ദ ഡിവൈസ്. അതായത് ഡിവൈസിന് വേണ്ടിയുള്ള ഡേറ്റ ആണോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ടു ദ ഡിവൈസ് ആണോ, അതാണ് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് RTR ബിറ്റ്. ആൻഡ് 11 ബിറ്റ് അഡ്രസ് ഐഡൻറ്റിഫൈസ് എ ഡിവൈസ്. അതായത് ആ ഒരു 11 ബിറ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏത് ഡിവൈസിലേക്കാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡിവൈസിലാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് RTR ബിറ്റ് 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് പാക്കറ്റ് ഫോർ ദ ഡിവൈസ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആണ്. അതായത് പാക്കറ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ പറയുന്ന ഡിവൈസിലേക്കാണ് പാക്കറ്റ് കൊടുക്കേണ്ടത്. whereas 0 ബിറ്റ് ആണെങ്കിൽ, RTR ബിറ്റ് 0 ആണെങ്കിൽ മീൻസ് പാക്കറ്റ് ഇസ് എ റിക്വസ്റ്റ് ഓക്കെ ഫോർ ദ ഡേറ്റ ഫ്രം ദ ഡിവൈസ്. സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 6 ബിറ്റ്സിൻ്റെ ആണ്. 6 ബിറ്റ് കൺട്രോൾ ഫീൽഡാണ്. അപ്പോൾ സെക്കൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് ഇറ്റ് ഈസ് എ കൺട്രോൾ ഫീൽഡ്. ദ ഫസ്റ്റ് ബിറ്റ് ഇസ് ഐഡൻറ്റിഫയർ എക്സ്റ്റൻഷൻ, സെക്കൻഡ് ബിറ്റ് ഇസ് ഓൾവേസ് 1, ലാസ്റ്റ് 4 ബിറ്റ്സ് ആർ കോഡ് ഫോർ ദ ഡേറ്റ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബിറ്റ് ഐഡൻറ്റിഫയർ എക്സ്റ്റൻഷൻ ആണ്, സെക്കൻഡ് ബിറ്റ് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് 4 ബിറ്റ്സ് കോഡായിരിക്കും. തേർഡ് ഫീൽഡ് എന്ന് പറയുന്നത് 0 to 64 ബിറ്റ്സിൻ്റെ ആണ്. ദ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡേറ്റ ലെങ്ത് കോഡ് ഇൻ ദ കൺട്രോൾ ഫീൽഡ്. കൺട്രോൾ ഫീൽഡിൻ്റെ ഡേറ്റ ലെങ്ത് കോഡ് അനുസരിച്ചായിരിക്കും ഈ ഒരു തേർഡ് ഫീൽഡ്. ദെൻ വി ഹാവ് ദ ഫോർത്ത് ഫീൽഡ്. ഫോർത്ത് ഫീൽഡ് ദാറ്റ് ഈസ് ഇഫ് ദ ഡേറ്റ ഫീൽഡ് ഹാസ് നോ ബിറ്റ് പ്രസൻറ്റ്. ഓക്കെ, fourth field, that is third, if the data field has no bits present, is of 16 bits. Fourth field എന്ന് പറയുന്നത് ഇവിടെ 16 ബിറ്റ്സിൻ്റെ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ CRC എന്ന് പറയുന്നത് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ഫീൽഡ് വിത്ത് ദ 15 ബിറ്റ് CRC പ്ലസ് 1 ബിറ്റ് ഡീലിമിറ്റർ ബിറ്റ്. The receiver node uses it to detect the errors if any during transmission. അപ്പോൾ ഇവിടെ CRC എന്ന് പറയുന്നത് ഒരു എറേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു 15 ബിറ്റ് CRC ആയിരിക്കും ആൻഡ് 1 ബിറ്റ് ഡീലിമിറ്റർ ബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദെൻ ഫിഫ്ത്ത് ബിറ്റ് 2 ബിറ്റിനാണ്. ഈ 2 ബിറ്റ്സിൽ ഫസ്റ്റ് ബിറ്റ് ACK slot, the sender sends it as 1 and the receiver which would send back 0 in this slot when it detects the error in reception. The sender, after sensing 0 in the ACK slot, retransmits the data frame. അതായത് ഇപ്പം ACK സ്ലോട്ടാണ് ഫസ്റ്റ് ബിറ്റ്. അപ്പോൾ ഇവിടെ സെൻഡർ 1 ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് ആൻഡ് റിസീവർ വിൽ സെൻഡ് ബാക്ക് 0 ഇൻ ദിസ് സ്ലോട്ട് വെൻ ഇറ്റ് ഡിറ്റക്ട്സ് എറർ. അതായത് ഇപ്പോൾ 1 ഈ ഒരു സ്ലോട്ടിൽ 1 ആണ് സെൻഡർ സെൻഡ് ചെയ്യുന്നതെങ്കിൽ റിസീവർ എറർ ഉണ്ടെങ്കിൽ 0 ആയിരിക്കും തിരിച്ച് സെൻഡ് ചെയ്യുക. അപ്പോൾ സെൻഡർ ആഫ്റ്റർ സെൻഡിങ് 0 ഇൻ ദ ACK സ്ലോട്ട് റീട്രാൻസ്മിറ്റ്സ് ദ ഡേറ്റ ഫ്രെയിം. ദാറ്റ് മീൻസ് അവിടെ എറർ വന്നിട്ടുണ്ട്, അപ്പോൾ വീണ്ടും സെൻഡർ റീട്രാൻസ്മിറ്റ് ചെയ്യും. ദ സെക്കൻഡ് ബിറ്റ് ഇസ് ACK ഡീലിമിറ്റർ. ഇറ്റ് സിഗ്നൽസ് ദ എൻഡ് ഓഫ് ദ ACK ഫീൽഡ്. ACK ഫീൽഡ് എൻഡ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ACK ഡീലിമിറ്റർ ബിറ്റ്. ഇഫ് ദ ട്രാൻസ്മിറ്റിംഗ് നോഡ് does not receive any acknowledgement of data frame within a specified time slot, it should retransmit. ഓക്കെ, ആ ഒരു ട്രാൻസ്മിറ്റിംഗ് നോഡിന് ഒരു അക്നോളജ്മെൻറ്റ് ഒരു സമയത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ റീട്രാൻസ്മിറ്റ്. ഓക്കെ, സിക്സ്ത് ഫീൽഡ് എന്ന് പറയുന്നത് 7 ബിറ്റ്സ് ആണ്. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ഫ്രെയിം സ്പെസിഫിക്കേഷൻ ആൻഡ് ഹാസ് 7 zeros. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ ഇവിടെ കാണാം ദാറ്റ് ഈസ് 7 ബിറ്റ്സ് ആണ് ഇതിൽ വരുന്നത് ഫ്രെയിം എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ,
സോ ഇത്രയാണ് മെയിൻ. അപ്പോൾ ഇവിടെ വീണ്ടും അതിൽ പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിക് മെസ്സേജ് ഫ്രെയിം ഫോർമാറ്റ്. സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം denotes the start of the frame transmission. Identifier 11 bit ആണ്. Then remote transmission request 1 bit, must be dominant, that is 0 ആയിരിക്കണം. Length 1 bit. Then identifier extension bit, that is must be dominant, that is 0 ആയിരിക്കണം. അതും reserved bit ഉണ്ട്. Okay. Then we have the data length code. Okay. Then we have the data field. Then cyclic redundancy check. Then we have the CRC delimiter. Then ACK slot, ACK delimiter and end of frame. So ഇത്രയാണ് CAN bus frame format.